ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സേതു ആണ് കേട്ടോ. സേതു മാധവൻ അഥവാ സേതു ആണ്. അടുത്ത നോക്കേണ്ടത് രാജ്യസഭയും ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും എന്തില്ല? സംഭരണമില്ല. രാജ്യസഭയിലും കൂടാതെ ലെജിസ്ലേറ്റീവ് കൗൺസിലും എന്തില്ല? സംഭരണമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഒരു വർഷവും കൂടി കടന്നു പോകാനായിട്ട് ഒരുങ്ങുവാണ്. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കാത്തിരിക്കുവാണ് അല്ലെ. അപ്പോൾ ഒരുപാട് നല്ല തീരുമാനങ്ങളുമായിട്ട്, നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല തീരുമാനങ്ങളുമായിട്ട് 2024 വരവേൽക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ ചോദ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് സ്ക്രീനിൽ തെളിയുമ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് 2023 നിങ്ങൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട മേഖലകളിലെ ഒരു ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ആൻസർ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ആൻസർ പറയുമ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അവസാനം ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര എണ്ണം കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇതൊരു ചലഞ്ച് ആയിട്ട് നമ്മൾ ഇതിനെ പറയുന്നത് ഇയർ എൻഡിങ് ചലഞ്ച് എന്നാണ് അല്ലെ. അപ്പൊ ഇതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കുക. കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം അപ്ഡേറ്റ് ആണ്, ഈ പറയുന്ന പ്രധാനപ്പെട്ട മേഖലകളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ, ഇനി എന്തൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സെഷനായിട്ട് ഇതിനെ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2023 ഏകദിന പുരുഷ ലോകകപ്പിലെ ആഗോള അംബാസിഡർ ആയിട്ട് ICC പ്രഖ്യാപിച്ചത് ആരാണ്? അപ്പോ നിങ്ങൾക്കറിയാം, നമ്മുടെ 2023 നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കായിക മേഖലയിലെ ഒരു വിഷയമാണ് 2023 ഏകദിന പുരുഷ ലോകകപ്പ് എന്ന് പറയുന്നത്. അതിന് ആതിഥേയത്വം വഹിച്ചത് ആരാണ്? ഇന്ത്യയാണ് അല്ലെ. അപ്പോ ഇതിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് ICC പ്രഖ്യാപിച്ചത് ആരെയാണ്? ആൻസർ മനസ്സിലേക്ക് വന്നോ? ആൻസർ സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് നമ്മുടെ 2023 ഏകദിന പുരുഷ ലോകകപ്പിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് ICC പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മുടെ 2023 ഏകദിന പുരുഷ ലോകകപ്പില് വിന്നേഴ്സ് ആയിരുന്നത് ആരായിരുന്നു? അത് ഓസ്ട്രേലിയ ആയിരുന്നു അല്ലെ. ഫൈനൽ മാച്ച് എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു. അപ്പൊ ഇന്ത്യ റണ്ണറപ്പായി, ഓസ്ട്രേലിയ ആണ് ജേതാക്കളായിരുന്നത് അല്ലെ. അപ്പോ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് 2023 ICC ODI വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആഗോള അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തത്, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 ഇത് പ്രഖ്യാപിച്ചത്. 2022 പ്രധാനപ്പെട്ട സാഹിത്യ മേഖലകളെ പരിഗണിച്ചുകൊണ്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പോ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് NG ഉണ്ണികൃഷ്ണനാണ്. NG ഉണ്ണികൃഷ്ണന്റെ കടലാസു വിദ്യ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി പുരസ്കാരങ്ങൾ കൂടി ഒന്ന് നോക്കിയിരിക്കാം, പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മുടെ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ വിശിഷ്ട അംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ M ബഷീറും N പ്രഭാകരനുമാണ്. ഡോക്ടർ M ബഷീറിനും N പ്രഭാകരനുമാണ് വിശിഷ്ട അംഗത്വം ലഭിച്ചത്. ഇനി മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് വി ഷിനിലാലിനാണ്. വി ഷിനിലാലിന്റെ സമ്പർക്ക ക്രാന്തി എന്നുള്ള കൃതിക്കാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ചെറുകഥാ പുരസ്കാരം ലഭിച്ചതോ PF മാത്യൂസിന്റെ മുഴക്കം എന്ന് പറയുന്ന കൃതിക്കാണ് മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോ മികച്ച നോവൽ ആർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? അത് സമ്പർക്ക ക്രാന്തി അല്ലെ. ആരാണ് രചയിതാവ്? വി ഷിനിലാല. മികച്ച ചെറുകഥ ആരാണ്? PF മാത്യൂസ്. നമ്മൾ പറഞ്ഞു മുഴക്കം. ഇനി മികച്ച കവിതാ പുരസ്കാരം ലഭിച്ചത് NG ഉണ്ണികൃഷ്ണനാണ്, അദ്ദേഹത്തിന്റെ കടലാസു വിദ്യ എന്ന് പറയുന്ന കൃതിക്ക്. അപ്പൊ ഇത് ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. 65ാമത് സ്കൂൾ കായികമേളയുടെ വേദി. 2023 65ാമത് സ്കൂൾ കായികമേളയുടെ വേദി എവിടെയായിരുന്നു? തൃശ്ശൂർ ആയിരുന്നു. ആൻസർ എന്ന് പറയുന്നത് തൃശ്ശൂർ ആണ്. അപ്പൊ നമ്മുടെ 2023 അല്ലെങ്കിൽ 61ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? അത് കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോടാണ്
61ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായിരുന്നത്. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത് കൊല്ലമായിരുന്നു അല്ലെ. അടുത്ത നടക്കാൻ പോകുന്നത് കൊല്ലത്ത് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ 2023 സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂർ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ 65ാമത് സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണെന്ന് പഠിച്ചേ. ഇനി ഇതിലെ ജേതാക്കൾ ആരാണെന്ന് പഠിക്കാം. പാലക്കാടാണ്. പാലക്കാടാണ് 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ കിരീട ജേതാക്കൾ. ഇതിപ്പോ തുടർച്ചയായിട്ട് 3ാം തവണയാണ് പാലക്കാട് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ കിരീടം സ്വന്തമാക്കുന്നത്. ഇനി 2ാം സ്ഥാനം മലപ്പുറത്തിനും 3ാം സ്ഥാനം കോഴിക്കോടിനുമാണ്. 2ാം സ്ഥാനം മലപ്പുറത്തിനും 3ാം സ്ഥാനം കോഴിക്കോടിനുമാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഇതുവരെ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ആൻസേഴ്സ്. അടുത്തത് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. ശരിയാണ്. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്ന കൃതിക്കാണ് ഇക്കൊല്ലത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണോ? തെറ്റാണ്. നിങ്ങൾക്കറിയാം, മലയാള സാഹിത്യ മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സമഗ്ര സംഭാവന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. SK വസന്തൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് A മാത്രം ശരിയാണ്. A മാത്രം ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ കൂടി നമുക്ക് നോക്കാം. കൂടിയല്ല ജനിക്കുന്ന നേരത്തും, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഈ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്ന് പറയുന്നത്. പക്ഷെ എഴുത്തച്ഛൻ പുരസ്കാരം ഒരു സമഗ്ര സംഭാവന പുരസ്കാരമാണ് അല്ലെ. അടുത്തത് നമ്മൾ നടന്ന വഴികൾ. നമ്മൾ നടന്ന വഴികൾ ഇതൊക്കെ SK വസന്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സേതു ആണ് കേട്ടോ. സേതു മാധവൻ അഥവാ സേതു ആണ് 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് P വത്സലയാണ് കേട്ടോ. P വത്സലയാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എഴുത്തച്ഛൻ പുരസ്കാരം ഉറപ്പായിട്ടും ചോദ്യം വരുന്ന മേഖലയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ പഠിക്കാത്തവര് പഠിച്ചു വെച്ചേക്കണം, പഠിച്ചവര് റിവിഷൻ ആക്കി എടുത്തേക്കണം. അദ്ദേഹത്തിന്റെ കൃതികൾ കൂടി. കൂടിയല്ല ജനിക്കുന്ന നേരത്തും, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ. അടുത്തത് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച 2ാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച 2ാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അത് അടിത്തട്ടാണ് അല്ലെ. അടിത്തട്ട്. മികച്ച ചിത്രം ഏതായിരുന്നു? അത് നൻപകൽ നേരത്ത് മയക്കമായിരുന്നു. നൻപകൽ നേരത്ത് മയക്കം മികച്ച ചിത്രം. ലിജോ ജോസ് എല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കമായിരുന്നു 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം. ഇനി മികച്ച 2ാമത്തെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അടിത്തട്ടാണ്. മികച്ച 2ാമത്തെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് അടിത്തട്ടായിരുന്നു. ഇനി മികച്ച നടൻ ആരായിരുന്നു? മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു അല്ലെ. മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു. മികച്ച നടി ആരായിരുന്നു? അത് വിൻസി അലോഷ്യസ് ആയിരുന്നു അല്ലെ. വിൻസി അലോഷ്യസ് ആയിരുന്നു മികച്ച നടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കണേ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2ാമത്തെ ചിത്രം ഏതാണ്? അടിത്തട്ടാണ്. ഓക്കെ, അടിത്തട്ട്. ഇനി അതുപോലെ 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രം 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏത് ചിത്രമാണ് മനസ്സിൽ വന്നോ നിങ്ങളുടെ മനസ്സിലേക്ക്? അത് ദി കാശ്മീർ ഫയൽസ് ആണ്. ദി കാശ്മീർ ഫയൽസ് ആണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്ക് നോക്കാം, മികച്ച നടൻ ആരായിരുന്നു? അല്ലു അർജുൻ ആയിരുന്നു 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അതിൽ മികച്ച നടൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലു അർജുൻ ആണ്. ഏത് സിനിമയിലെ അഭിനയത്തിന്? പുഷ്പ എന്ന സിനിമയുടെ അഭിനയത്തിന്. പുഷ്പ എന്ന സിനിമയിലെ അഭിനയത്തിന്. ഇനി മികച്ച നടി ആരായിരുന്നു? ആലിയ ഭട്ട്. ആലിയ ഭട്ട്
ഗംഗൂഭായ് കത്തിയാവാടി, അതുപോലെ തന്നെ കൃതി സനൻ ഉണ്ടായിരുന്നു മിമി എന്ന സിനിമയിലെ അഭിനയത്തിന്. ഈ നടന്മാരെയും നടിമാരെയും പഠിക്കുമ്പോൾ അവർ ഏത് സിനിമയ്ക്കാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് കൂടി പഠിക്കണം. കാരണം അടുത്തിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 52ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് രേവതിക്കാണ്. അപ്പൊ ഏത് സിനിമയാണ് രേവതിക്ക് ആ ഒരു പുരസ്കാരം നേടിക്കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭൂതകാലം എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് രേവതിക്ക് 52ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതുകൂടി എന്ത് ചെയ്യണം, ചേർത്ത് വെച്ച് പഠിക്കണം. അപ്പൊ മികച്ച നടൻ അല്ലു അർജുൻ ആയിരുന്നു, ചിത്രം പുഷ്പ. മികച്ച നടി ആലിയ ഭട്ട്, അതുപോലെ തന്നെ കൃതി സനൻ. ആലിയ ഭട്ടിന് ഗംഗൂഭായി കത്തിയാവാടി, അതുപോലെ തന്നെ കൃതി സനന് മിമി. മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ ആയിരുന്നു കേട്ടോ. മറാഠി ചിത്രമായിട്ടുള്ള ഗോദാവരി സംവിധാനം ചെയ്തതിനാണ് നിഖിൽ മഹാജന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സഹനടൻ പങ്കജ് ത്രിപാഠിയാണ് മിമി എന്ന് പറയുന്ന ചിത്രത്തിന് മികച്ച സഹനടൻ. മികച്ച സഹനടി പല്ലവി ജോഷിയാണ്. അഗെയിൻ കാശ്മീരി ഫയൽസ് ആണ്, കാശ്മീരി ഫയൽസ്. മികച്ച ചിത്രം ഏതാണെന്ന് നോക്കിക്കേ, റോക്കട്രി ദി നമ്പി ഇഫക്റ്റ് ആണ് കേട്ടോ. മാധവൻ സംവിധാനം ചെയ്ത, നമ്മുടെ സിനിമാ നടൻ മാധവൻ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന റോക്കട്രി ദി നമ്പി ഇഫക്റ്റ് ആയിരുന്നു മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച വിനോദം നൽകുന്ന മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? RRR ആണ്. RRR ആണ് മികച്ച വിനോദം നൽകുന്ന ജനപ്രിയ ചിത്രം. മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രമായിരുന്നു ദി കശ്മീർ ഫയൽസ് എന്ന് പറയുന്നത്. ദി കശ്മീർ ഫയൽസ് മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും കുറഞ്ഞത് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രം ദി കാശ്മീർ ഫയൽസ് ആണ്. മികച്ച നടൻ അല്ലു അർജുൻ, മികച്ച നടി ആലിയ ഭട്ട്, അതുപോലെ തന്നെ കൃതി സനൻ, ഇവർ രണ്ടുപേരുമാണ്. സംവിധായകൻ ആരാണ്? നിഖിൽ മഹാജൻ. അടുത്തത് 2024 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO ഉച്ചകോടിക്ക് വേദിയാകുന്ന 2024 SCOക്ക് വേദിയാകുന്നത് കസക്കിസ്ഥാനാണ്. കസക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് 2024 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ നടക്കാൻ പോകുന്നത്. 2023 SCO സമ്മിറ്റിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയിൽ വെർച്വൽ ആയിട്ടാണ് ഈ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വിർച്വൽ മീറ്റിംഗ് ആയിരുന്നു. 2023 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. വിർച്വൽ മീറ്റിംഗ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. 2024 വേദി എന്ന് പറയുന്നത് ഖസക്കിസ്ഥാനാണ്. 2024 വേദി ഖസക്കിസ്ഥാനാണ്. അടുത്തത് 15ാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2023 15ാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയാണ് 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ 2022 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അത് ചൈനയായിരുന്നു അല്ലെ. ചൈനയായിരുന്നു 2022 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെ വേദികളും വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇനി അടുത്തത് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. നോക്കാം. 2023 ഫിഫ അണ്ടർ-20 ജേതാക്കൾ ഉറുഗ്വേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ 2023 ഫിഫ അണ്ടർ-20 ജേതാക്കൾ എന്ന് പറയുന്ന ആരാണ്? ഇറ്റലിയാണ്. ഇറ്റലിയാണ് 2023 ഫിഫ അണ്ടർ-20 ജേതാക്കൾ എന്ന് പറയുന്നത്. ഇനി ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ചൈനയിലെ യാങ്ഷൂവിൽ വെച്ചിട്ടായിരുന്നു 2023 ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഏഷ്യൻ ഗെയിംസ്. അപ്പൊ ഈ ഏഷ്യൻ ഗെയിംസിൽ നമ്മുടെ ഇന്ത്യൻ വനിതാ ടീമിന് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വനിതാ ക്രിക്കറ്റ് ടീമിന് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഫൈനലില് ശ്രീലങ്കയാണ് നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം പരാജയപ്പെടുത്തിയത്. ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി 2023 വനിതാ 2020 ജേതാക്കള് ഇംഗ്ലണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. 2023 വനിതാ 2020 ജേതാക്കൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയ ആണ്
2023 വനിതാ 2020 ജേതാക്കൾ. ഇനി 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ഡാനിൽ മെദ്വദേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ച് ആണ് 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് OACD മൂന്നും തെറ്റാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബി മാത്രമാണ് കേട്ടോ. ബി സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി മാത്രമാണ്. ബാക്കി എയും സിയും ഡിയും തെറ്റാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. 2023 ഏഷ്യ കപ്പിൽ കിരീടം കരസ്ഥമാക്കിയത് ആരാണ്? അത് ഇന്ത്യയാണ്. ശ്രീലങ്കയെ ഫൈനലിൽ പരാജയപ്പെടുത്തി 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. ആൻസർ കറക്റ്റ് ആയോ? നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ഇതുവരെ നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ എത്ര എണ്ണം കറക്റ്റ് ആയി എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവയിൽ കേരളത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ധർമ്മടമാണ്. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്, ധർമ്മടമാണ് കേട്ടോ. ഇനി ആരോഗ്യത്തിനുള്ള അവകാശം നിയമമാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കറക്റ്റ് ആണോ? ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരോഗ്യത്തിനുള്ള അവകാശം നിയമപരമാക്കിയത് രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക്, 3rd ജനറേഷൻ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? നിലവിൽ വരുന്നത് കേരളത്താണ് അല്ലെ. കേരളത്തിലാണ്, നമ്മുടെ പള്ളിപ്പുറം ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത്, തിരുവനന്തപുരത്ത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 2023 ജനുവരി 7 കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കേരളത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി മാത്രമാണ്. ഓക്കെ, അടുത്തത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. DRDOയും ഇന്ത്യൻ ആർമിയും ചേർന്ന് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ 9mm പിസ്റ്റൺ ആണ് മായ എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. DRDOയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയും ചേർന്ന് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 9mm പിസ്റ്റന്റെ പേര് അസ്മി എന്നാണ് കേട്ടോ. അസ്മി. ഓക്കെ, ഇനി DRDOയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മേഖലയ്ക്കായി തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് എന്താ? മായ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വിദേശ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മുടെ പ്രതിരോധ മേഖലയിലെ കമ്പ്യൂട്ടറുകൾക്ക് സെക്യൂരിറ്റി ത്രെറ്റ് അല്ലെങ്കിൽ ഒരു ഭീഷണിയായി മാറിയേക്കാവുന്ന സാഹചര്യത്തിലാണ് DRDOയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മായ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അടുത്തിടെ 2023 നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ എല്ലാ പ്രതിരോധ മേഖലയിലെയും സിസ്റ്റത്തിന്മേൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ചക്രവ്യൂഹ എന്ന് പറയുന്ന ഒരു ആന്റി വൈറസ് സംവിധാനം കൂടി ഇതിന്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു ആന്റി വൈറസ് സംവിധാനം കൂടി മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഈ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ DRDOയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നമ്മുടെ പ്രതിരോധ മേഖലയുടെ കമ്പ്യൂട്ടറുകൾക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? അത് ഭരോസ് ആണ് കേട്ടോ. ഭരോസ്, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഭരോസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ സ്വന്തം ഗതിനിർണയ സംവിധാനമാണ് ഏത്? നാവിക് എന്ന് പറയുന്നത് അല്ലെ. നാവിക് ഇന്ത്യയുടെ സ്വന്തം ഗതിനിർണയ സംവിധാനമാണ് നാവിക് എന്ന് പറയുന്നത്. അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്, 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുവാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്.
സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പുല്ലമ്പാറ പഞ്ചായത്താണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ മാറും. അത് കിളിമാനൂരാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരും പഞ്ചായത്ത് പുല്ലമ്പാറയുമാണ്. ഇനി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായിട്ട് മാറിയത് കവളപ്പാറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ചക്കിട്ടപ്പാറയാണ്. ചക്കിട്ടപ്പാറയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായിട്ട് മാറിയത്. ഇനി സംസ്ഥാനത്തെ കഥകളി ഗ്രാമം ഏതാണ്? അത് അയിരൂറാണ് അല്ലെ? അയിരൂറാണ്. വാൽമുട്ടി എന്ന് പറയുന്നത് പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച കോളനിയാണ്. പാലക്കാട് ചിറ്റൂരിലെ കോളനിയാണ് വാൽമുട്ടി എന്ന് പറയുന്ന പാട്ടുഗ്രാമമാണ് വാൽമുട്ടി. കഥകളി ഗ്രാമം എന്ന് പറയുന്നത് അയിരൂറാണ്. പത്തനംതിട്ട ജില്ലയിലെ അയിരൂറാണ് ഇന്ത്യയിലെ നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ കഥകളി ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് പുല്ലമ്പാറയാണ്. ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ്. കഥകളി ഗ്രാമം എന്ന് പറയുന്നത് അയിരൂറാണ്. അപ്പൊ നമുക്കിവിടെ ശരിയായിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. 1 only ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 2023 നവംബറിൽ H9N2 എന്ന് പറയുന്ന വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അത് ചൈനയാണ് കേട്ടോ. ഇതിൽ ആൻസർ ഉണ്ടായിരുന്നു. ഓക്കെ, ചൈനയാണ് 2023 നവംബറിൽ H9N2 എന്ന് പറയുന്ന വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം. ഇനി അടുത്തിടെ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റ വ്യക്തി ഇപ്പൊ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹീരലാൽ സമരിയാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് അടുത്തിടെ ചുമതലയേറ്റ വ്യക്തി എന്ന് പറയുന്നത്. ഹീരലാൽ സമരിയ പഠിച്ചു വെക്കണേ. നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. അങ്ങനെയാണെങ്കിൽ അടുത്തിടെ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ്? അത് എസ് മണികുമാറാണ് അല്ലെ? നമ്മുടെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് മണികുമാറാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത്. ഇവിടെ വിവരാവകാശ കമ്മീഷണർ, നമ്മുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് ഹീരലാൽ സമരിയാണ്. ഇനി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കുന്ന ആദ്യ നഗരം കോഴിക്കോടാണ് ഈ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കുന്ന നഗരം എന്ന് പറയുന്നത്. യുനെസ്കോയുടെ സംഗീത നഗര പദവി കിട്ടിയത് ആർക്കാണ്? അത് ഗ്വാളിയോറിനാണ് അല്ലെ? മധ്യപ്രദേശിലെ ഗ്വാളിയോറിനാണ് സംഗീത നഗര പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന മേഖലകളാണ്. ഈ സാഹിത്യ നഗര പദവി സ്വന്തമാക്കി എന്നൊക്കെ പറയുന്ന കോഴിക്കോടിനെ കുറിച്ചുള്ള ഫാക്റ്റുകൾ പഠിച്ചു വെച്ചേക്കണം ഉറപ്പായിട്ടും. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണെന്നുള്ള കാര്യം കേട്ടോ. അടുത്തത് ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് എന്നാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ഈ പറയുന്ന 4 ഡേറ്റില് എന്നാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്? 2023 നവംബർ 23-നാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. നോക്കാം, ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. 1927 ഏപ്രിൽ 30-ന് പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചത്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വനിതയാണ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2023 നവംബർ 23-നാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. 1989 സുപ്രീം കോടതിയിൽ നിയമിതയായി. അതുപോലെ തന്നെ തമിഴ്നാട് ഗവർണറായിട്ടും ഫാത്തിമ ബീവി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022-ന്റെ ആപ്തവാക്യം എന്തായിരുന്നു? ഇന്റർനാഷണൽ അഥവാ വേൾഡ് ചിൽഡ്രൻസ് ഡേ 2022 വേൾഡ് ചിൽഡ്രൻസ് ഡേ. ഓക്കെ, വേൾഡ് ചിൽഡ്രൻസ് ഡേ 2022-ന്റെ ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നുള്ളതായിരുന്നു. ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. ഇനി 2023 വേൾഡ് ചിൽഡ്രൻസ് ഡേയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്
ഫോർ എവറി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ്. ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ്. ഓരോ കുട്ടിക്കും ഓരോ അവകാശത്തിനും വേണ്ടി, ഓരോ കുട്ടിക്കും ഓരോ അവകാശത്തിനും വേണ്ടി എന്നുള്ളതാണ് 2023 വേൾഡ് ചിൽഡ്രൻസ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. 2022 പ്രമേയം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ, ഇൻക്ലൂഷൻ ഓഫ് എവറി ചൈൽഡ് എന്നുള്ളതാണെങ്കിൽ 2023 തീം എന്ന് പറയുന്നത് ഫോർ എവറി ചൈൽഡ് എവറി റൈറ്റ് എന്നുള്ളതാണ്. ഇനി അവസാനത്തെ നമ്മുടെ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒട്ടും കുറഞ്ഞ ചോദ്യമല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? ക്വാണ്ടം ഡോട്ടുകൾ അല്ലെ, ക്വാണ്ടം ഡോട്ടുകളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 3 പേർക്കാണ് 2023 രസതന്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. മൗങ്കി ജി ഭവന്തി, ലൂയിസ് ഇ ബ്രസ്, അലക്സി എക്കിമോവ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനുമാണ് 2023 നൊബേൽ പുരസ്കാരം ഭവന്തി, ബ്രസ്, എക്കിമോവ് എന്നിവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഏറെ നേരിയ അതിസൂക്ഷ്മ കണങ്ങളാണ് ക്വാണ്ടം ഡോട്ടുകൾ എന്ന് പറയുന്നത്. അലക്സി എക്കിമോവ് ആണ് 1981 ആദ്യമായിട്ട് ക്വാണ്ടം ഡോട്ട്സ് എന്ന ആശയം ശാസ്ത്രലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വൈദ്യശാസ്ത്ര നൊബേലും അതുപോലെ തന്നെ സമാധാന നൊബേൽ പുരസ്കാരവും സാഹിത്യ നൊബേലും എക്കണോമിക്സിന്റെ നൊബേലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, മുൻപത്തെ ക്ലാസ്സിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചലഞ്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ ഉൾപ്പെടുത്താത്തത്. ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും നിങ്ങൾ PSCക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ നൊബേൽ പുരസ്കാരം 2023 2022 2021 അറിയില്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കണം. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ PSC പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട, കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കേണ്ട ഒരു ഫീൽഡാണ് നൊബേൽ പുരസ്കാരവും ഓസ്കാർ പുരസ്കാരങ്ങളും. ഉറപ്പായിട്ടും നമുക്കറിയാം, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ചില മേഖലകൾ നമുക്ക് ഉറപ്പില്ല, വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത മേഖലകൾ പലതുണ്ടെങ്കിലും 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മേഖലയാണ് നൊബേൽ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിൽ എത്ര മാർക്ക് ലഭിച്ചു? നിങ്ങൾ സെൽഫായിട്ട് അസസ്മെന്റ് നടത്തണം. ഈ ഒരു വർഷം തീരുമ്പോൾ ഈ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് എൻ്റെ കയ്യിൽ ഭദ്രമാണോ? പ്രധാനപ്പെട്ട മേഖലകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളെങ്കിലും എനിക്ക് അറിയാമോ? അടുത്തൊരു പരീക്ഷയെ ഞാൻ നേരിടാനായിട്ട് പ്രാപ്തമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് എനിക്കിനി കവർ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുക. സോ എല്ലാവർക്കും നല്ലൊരു അടുത്തൊരു വർഷം എന്ത് ചെയ്യുന്നു ആശംസിക്കുന്നു. LGS LDC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പരീക്ഷകൾക്കും വെറും 1399 രൂപയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം, അതും ഒരു വർഷത്തേക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകളോടൊപ്പം 2 ലക്ഷത്തിലധികം ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് എക്സാമിനായി തയ്യാറെടുക്കാം. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തൂ. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ കറണ്ട് അഫയേഴ്സ് ചലഞ്ചിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ജയകൃഷ്ണൻ നാവായിക്കുളം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ചർച്ച ചെയ്യും. സോ 20 ക്വസ്റ്റ്യൻസ് എന്ന 20 ചലഞ്ചാണ്, 20 ചോദ്യങ്ങളും ഓരോരോ ചലഞ്ചുകളാണ്. സോ കൂട്ടുകാരെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലൂടെ കടക്കാം. അതിനു മുന്നേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പോകാം. റീസെന്റ് നടന്ന ഫയർമാൻ എക്സാമിന്റെ ഒരു ചോദ്യമാണ്. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളയാണി അർജുനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? സോ ഇവിടെ വെള്ളയാണി അർജുനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനായിരുന്നു ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനകോശം ഡയറക്ടർ, സർവ്വവിജ്ഞാനകോശം ഡയറക്ടർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് 2008 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ 3 ഡീലിറ്റ് പുരസ്കാരങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഇതിലെ ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്താനാണ് ചോദ്യം തന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഒരു ഒബിച്വറി എന്ന കാറ്റഗറിയിൽ നിന്ന് PSC ചോദിച്ചിരുന്നത് ഒരു വ്യക്തിയുടെ പേര് തന്നിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖല ഏതെന്നാണ് സാധാരണ ചോദിച്ചു വന്നത്. എന്നാൽ അതിനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലവിൽ PSC ചോദിച്ചിരിക്കുന്നത്. ഒരു 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെയധികം ടഫായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടന്റുകൾ, മുന്നേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടന്റുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്, അതിന് കുറച്ചും കൂടെ അപ്ഡേഷൻസ് കൂടി വരുത്തേണ്ട സമയമായി. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതിനനുസരിച്ചായിരിക്കണം ഇനി മുതൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത്.
സോ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഇതിന്റെ ആൻസേഴ്സ് കൂടി പറയാം. ഇവിടെ നോക്കാം. വെള്ളയാണി അർജുനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അദ്ദേഹം സർവ്വവിജ്ഞാന കോശം ഡയറക്ടർ ആയിട്ടുണ്ട്. കൂടാതെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 2008 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. കാരണം അദ്ദേഹത്തിന് 2008 പത്മഭൂഷൺ അല്ല ലഭിച്ചത്, പത്മശ്രീ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 3 ഡീലിറ്റ് പുരസ്കാരങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. അതെ, ഇവിടെ അദ്ദേഹത്തിന് 3 ഡീലിറ്റ് പുരസ്കാരങ്ങളാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ഡീലിറ്റ് പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് ഈ ഒരു വെള്ളായണി അർജുൻ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് സാക്ഷരതാ മിഷൻ ഡയറക്ടറായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻസ് മാത്രമാണ് റോങ് എന്ന് പറയുന്നത്. 2008 പത്മഭൂഷൺ അല്ല, അദ്ദേഹത്തിന് 2008 പത്മശ്രീയാണ് ലഭിച്ചത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആയ 1, 3, 4 ശരിയെന്ന ഉത്തരം കണ്ടെത്താം. സോ ഇനി വരുന്ന എക്സാമുകളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൂടി ബിൽഡ് ചെയ്യുക എന്നതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ എന്തായാലും അടുത്തതായി ചലഞ്ചിലോട്ട് കടക്കുകയാണ്. 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം കാർത്തിയാനി അമ്മയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒബ്വിച്വറി എന്ന കാറ്റഗറിയിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. കാർത്തിയാനി അമ്മ റീസെന്റ് അന്തരിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിയാനി അമ്മയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കിയ അക്ഷരലക്ഷം പദ്ധതിയിൽ 96-ാം വയസ്സിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് കാർത്തിയാനി അമ്മയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനികേതര സമ്മാനമായ നാരി ശക്തി പുരസ്കാരം 2019 ലഭിച്ചു. 2019 ഈ ഒരു നാരി ശക്തി പുരസ്കാരം ലഭിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 2020 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സാക്ഷരതാ പഠിതാവ്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. സോ നമുക്കൊന്ന് 1 by 1 ആയിട്ടൊന്ന് ചെക്ക് ചെയ്യും ഇതിൽ ഏതാ തെറ്റെന്ന്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കിയ അക്ഷരലക്ഷം പദ്ധതിയിൽ 96-ാം വയസ്സിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് കാർത്തിയാനി അമ്മയാണ്. യെസ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, റൈറ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനികേതര സമ്മാനമായ നാരി ശക്തി പുരസ്കാരം 2019 ലഭിച്ചു. അതും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 2019 കാർത്തിയാനി അമ്മയ്ക്ക് നാരി ശക്തി പുരസ്കാരം ലഭിച്ചത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 2020 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ ഒരു ചെറിയൊരു പെശകുണ്ട്. 2020 ഈ ഒരു കാർത്തിയാനി അമ്മയ്ക്ക് കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, മറിച്ച് 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായിട്ട് കാർത്തിയാനി അമ്മയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ ശരിയാണെന്ന് നമുക്ക് അനുമാനിക്കാം. നമുക്കൊന്ന് നോക്കാം. രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സാക്ഷരതാ പഠിതാവാരെന്ന് ചോദിച്ചാൽ അതും കാർത്തിയാനി അമ്മയാണ്. ഇവിടെ എയും സിയും ഡിയുമാണ് കറക്റ്റ്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ആർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്? സോ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റുകൾ അത്ര സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൂടി പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് കാർത്തിയാനി അമ്മയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇവിടുത്തെ ഒന്നാമത്തെ ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചലഞ്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടഫ് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ബിൽഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ചോദ്യം ഏതാ? സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധേയപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷകയാരും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധേയപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷകയാര്? 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാറാ സണ്ണി, പത്മലക്ഷ്മി, ലിസ, മിത്ര. അപ്പൊ ഇതിൽ ഏതാ റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഈ ഒരു ബധിര അഭിഭാഷക. നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാൻ സാധ്യതയുള്ള 2 ഓപ്ഷൻസ് ഞാനൊന്ന് നോട്ട് ചെയ്യാം. അതായത് സാറാ സണ്ണിയും പത്മലക്ഷ്മി. ഇത് രണ്ടും നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇത് രണ്ടുമല്ല. സോ ഇനി ഇത് പറഞ്ഞ ഇതിൽ ആരാണ്? ഇതിൽ സാറാ സണ്ണിയാണ് സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധേയപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷക. എങ്കിൽ ഈ പറയുന്ന പത്മലക്ഷ്മി എന്താ? അവിടെ ഒരു ചോദ്യം എന്തായിരുന്നു? ആ ഒരു ചോദ്യം കൂടി ഞാൻ പറയാം. അതായത് കേരളത്തിൽ നിന്ന് അഭിഭാഷകയെ എൻറോൾ ചെയ്ത ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് പത്മലക്ഷ്മി. നമ്മുടെ എറണാകുളം ഈ ഒരു മഹാരാജാസ് ലോ കോളേജിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? ലോ ഡിഗ്രി എടുത്തിരിക്കുന്നത്.
സോ അറിഞ്ഞിരിക്കുക, കേരളത്തിൽ നിന്ന് അഭിഭാഷകയെ എൻറോൾ ചെയ്യുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് പത്മാലക്ഷ്മി. എങ്കിൽ ഈ ഒരു സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധേയപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷകയാണ് സാറാ സണ്ണി. ഇവിടെ 2 ചോദ്യങ്ങളും കിട്ടിയില്ലേ, 2 ആൻസേഴ്സും കിട്ടിയില്ലേ. അപ്പോൾ ആ 2 കണ്ടന്റുകൾ കൂടി പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ഏതായാലും മൂന്നാമത്തെ ചലഞ്ചിലോട്ട് പോവാം. മൂന്നാമത്തെ ചലഞ്ച് ഇതൊരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം MS സ്വാമിനാഥൻ അടുത്തിടെയാണ് അന്തരിക്കുന്നത്. സോ ഇവിടെ വീണ്ടും ഒരു ഒബിച്വറി എന്ന കാറ്റഗറിയിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സബർമതി സൊണോറ എന്ന് പറയുന്നത്. സബർമതി സൊണോറ എന്ന ഈ ഒരു ഗോതമ്പിനം വികസിപ്പിച്ചിരിക്കുന്നത് MS സ്വാമിനാഥൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 1971 മക്സസെ പുരസ്കാരം ലഭിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ 1988 ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഇവിടെ MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട 3 കണ്ടന്റുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക എന്നതല്ലേ. സോ ഇതിന്റെ ആൻസേഴ്സ് കൂടി ഒന്ന് പറഞ്ഞേ, ചലഞ്ചാണ്. ഇതിന്റെ ആൻസേഴ്സ് കൂടി ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സബർമതി സൊണോറ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ അദ്ദേഹം വികസിപ്പിച്ച ഒരു ഗോതമ്പ് ഇനമാണ് സബർമതി സൊണോറ. അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ബി ഓപ്ഷൻ നോക്കാം. 1971 മക്സസെ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന് മക്സസെ പുരസ്കാരം ലഭിച്ചത് 1971 എന്നാണ് ഇവിടെ പറയുന്നത്. ഇതും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ലാസ്റ്റ് ഓപ്ഷൻസ് കൂടി നോക്കാം. 1988 ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് MS സ്വാമിനാഥനാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എയും ബിയും സിയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് എല്ലാം ശരി എന്ന ഓപ്ഷൻസ് ഇവിടെ തിരഞ്ഞെടുക്കാം. സോ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ മൂന്നാമത്തെ ചലഞ്ചും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് പേപ്പറും പേനയൊക്കെ എടുത്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അതിന്റെ ആൻസേഴ്സ് ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തിട്ട് അവസാനം ഇതിന്റെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ചലഞ്ചിലോട്ട് പോവാണ്. ചലഞ്ചല്ല, നമുക്ക് MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ചില കണ്ടന്റുകൾ കൂടി നോക്കാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 2 കണ്ടന്റുകൾ പറഞ്ഞുവല്ലോ. അതായത് 1971 മക്സസെ പുരസ്കാരം ലഭിച്ചു. 1988 അദ്ദേഹം ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. എങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടിയ മറ്റ് പുരസ്കാരങ്ങളും അത് കിട്ടിയ വർഷങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്, പത്മ അവാർഡായ പത്മശ്രീ ലഭിക്കുന്നത് 1967 സിമ്പിളാണ്. 1967 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. മക്സസെ പുരസ്കാരമാണെങ്കിൽ 1971. അടുത്തതായിട്ട് 1972 പത്മഭൂഷൺ ലഭിച്ചു. പത്മഭൂഷൺ ലഭിക്കുന്നത് 1972. വേൾഡ് ഫുഡ് പ്രൈസ് ആണെങ്കിൽ 1987. 1987 അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചു. പത്മവിഭൂഷൺ ആണെങ്കിൽ 1989. 1989 പത്മവിഭൂഷൺ ലഭിച്ചു. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം 2000 ലഭിക്കുന്നത്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം 2000 ലഭിച്ചു. ഇന്ദിരാഗാന്ധി പുരസ്കാരമാണെങ്കിൽ 2013. 2021 അദ്ദേഹത്തിന് കേരള ശാസ്ത്ര പുരസ്കാരവും ലഭിച്ചു. കേരള ശാസ്ത്ര പുരസ്കാരം ലഭിക്കുന്നത് 2021. ഇതിൽ നമുക്ക് പത്മ അവാർഡുകളൊക്കെ ഒന്ന് നോക്കാം. പത്മ അവാർഡുകൾ. പത്മ അവാർഡിൽ 1967 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. അടുത്തതായിട്ട് പത്മഭൂഷൺ ആണെങ്കിൽ 1972 ലഭിച്ചു. പത്മവിഭൂഷൺ ആണെങ്കിൽ 1989 ലഭിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആയ കണ്ടന്റുകളാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ചോദ്യങ്ങളെല്ലാം, ഈ ഒരു കണ്ടന്റുകളെല്ലാം ഇനി വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ക്ലിയർ ആണല്ലോ. എങ്കിൽ നമുക്ക് അടുത്തൊരു ചലഞ്ചിലോട്ട് പോവാം. 4ാമത്തെ ചലഞ്ചാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എറണാകുളത്തിന്റെ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ 5ാമതായി. എറണാകുളം വിസ്തീർണത്തിന്റെ കാര്യത്തിൽ 5ാമതായി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ചില ഭാഗങ്ങൾ ഇടമലക്കുടിയുമായി ചേർത്തു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇടുക്കിയുടെ ആകെ വിസ്തീർണം 4358 ചതുരശ്ര കിലോമീറ്റർ. സോ അത്യാവശ്യം നിലവാരം കൂടിയ ഒരു ചോദ്യമാണ്. കണ്ടന്റുകൾ കൃത്യമായി അറിഞ്ഞുകൂടെങ്കിൽ നമുക്കിതിന് ആൻസർ ചെയ്യാനും കഴിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെ റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിലെ തെറ്റായ പ്രസ്താവന ഏതെന്ന് നമുക്ക് കണ്ടെത്താം. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കിയാണ്. ഇടുക്കി ഇപ്പോൾ മിടുക്കിയാണ് കേട്ടോ. സോ അറിഞ്ഞിരിക്കുക, എറണാകുളം വിസ്തീർണത്തിന്റെ കാര്യത്തിൽ 5ാമതായിട്ടുണ്ട്. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ 5ാമതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് 5ാമതായത്? എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ ചില ഭാഗങ്ങൾ ഇടമലക്കുടി എന്ന് പറയുന്ന വില്ലേജുമായി കൂട്ടിച്ചേർത്തു. ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. സോ ഇവിടെ സിയും കറക്റ്റ് ആണ്. ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു ഇടുക്കിയുടെ ആകെ വിസ്തീർണം
4358 ചതുരശ്ര കിലോമീറ്റർ. ഇത് റോങ് ആണ്. കാരണം മുന്നേ ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 4358 ആയിരുന്നു. എന്നാൽ നിലവിൽ 4358 അല്ല. സോ ഇവിടെ ഡി എന്ന ഓപ്ഷൻ റോങ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എയും ബിയും സിയും ആണ് കറക്റ്റ്. നമുക്കൊന്നും കൂടെ നോക്കാം. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഈ ഒരു വിസ്തീർണത്തിൽ എറണാകുളം 5ാം സ്ഥാനത്താണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിലെ വില്ലേജിലെ ആ ഒരു ചില പ്രദേശങ്ങൾ ഇടമലക്കുടിയുമായി ചേർത്തപ്പോഴാണ് ഇടുക്കി 1ാം സ്ഥാനത്തെത്തിയത്. ഇടുക്കിയുടെ നിലവിലെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4612 ആണ്. 4612 ആണ് നിലവിലെ ഇടുക്കിയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ഒരു വിസ്തീർണം പറയുന്നത്. മുന്നേ ആയിരുന്നു 4358. ഇവിടെ ഈ ഒരു വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലക്കാടാണ്. മുന്നേ 1ാമതായിരുന്നു, ഇപ്പോൾ 2ാമതായിട്ട് മാറിയിട്ടുണ്ട്. 3ാം സ്ഥാനത്താണെങ്കിൽ മലപ്പുറമാണ് കേട്ടോ, മലപ്പുറം. എറണാകുളം ആണെങ്കിൽ ഈ ഒരു വിസ്തീർണത്തിന്റെ കാര്യത്തിൽ 4ൽ നിന്ന് 5ലോട്ട് മാറി. ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇവിടെ അറിയേണ്ടത്. സോ ഈ ഒരു ചലഞ്ച് ക്ലിയർ ആയിട്ട് പോയോ? എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അടുത്തൊരു ചലഞ്ചിലോട്ട് കടക്കാം. ചോദ്യം ഇതാണ് കേട്ടോ. അടുത്തത് ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ലൊരു ചോദ്യമാണ്, നിലവാരമുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് എക്സാമുകൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ഇവിടെ നോക്കിയേ, ചന്ദ്രനിൽ സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചന്ദ്രയാൻ 3ലെ പേലോഡറിന്റെ പേരെന്ത്? പേലോഡേഴ്സിനെ കുറിച്ച് സാധാരണ ഇപ്പോൾ റീസെന്റ് വരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്യുക. ചന്ദ്രനിൽ സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചന്ദ്രയാൻ 3ലെ പേലോഡർ ഏത്? 4 ഓപ്ഷൻസ് ആണ്. ചാസ്റ്റ്, ലിപ്സ്, LRA, റാംഫ, LP. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചന്ദ്രനിൽ സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചന്ദ്രയാൻ 3ന്റെ പേലോഡർ. കൂട്ടുകാരെ ഒന്ന് ചലഞ്ച് ചെയ്ത് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. അതായത് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ലിപ്സ് ആണ്. LIBS, ലിപ്സ് ആണ് എന്തെന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഈ ഒരു സർഫസിൽ ദക്ഷിണ ധ്രുവത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, PSC റീസെന്റ് ചോദിച്ച ഒരു ചോദ്യമാണ്. ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചതെന്നാണ് 2023 ജൂലൈ 14-നാണ്. ജൂലൈ 14-നാണ് നമ്മൾ എന്ത് ചെയ്തത്? ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതെന്നാണ് 2023 ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23. സോ ഇങ്ങനെയുള്ള ബേസിക്കലി ഉള്ള കണ്ടന്റുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പേലോഡേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഗ്രാഹ്യം ഉണ്ടായിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുക. നമുക്ക് ഈ ഒരു പേലോഡേഴ്സിനെ കൂടി ഒന്ന് പരിശോധിക്കാം. അതായത് ഈ ഒരു ലിപ്സ് അല്ല എന്ത് ചെയ്തിരിക്കുന്നത്? സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ലിപ്സ് എന്നാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ഈ ഒരു ലിസ്പിന്റെ ഫുൾ ഫോം. ഈ ഒരു ലിസ്പാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ചന്ദ്രയാൻ 3 നമുക്കറിയാം ലാൻഡർ കൊണ്ട് റോവർ ഉണ്ടായിരുന്നു. ലാൻഡറിന്റെ പേര് വിക്രം എന്നായിരുന്നു, റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു. ഈ റോവറിലെ ഒരു 2 പ്രധാനപ്പെട്ട പേലോഡറിലെ ഒരു പേലോഡറാണ് ലിപ്സ് എന്ന് പറയുന്നത്. ലിപ്സ് ആണ് ഈ ഒരു സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ ഒരു ലിപ്സ് എന്ന ഈ ഒരു പേലോഡർ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഡെവലപ്മെന്റ് ചെയ്തത് ബാംഗ്ലൂരിലെ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് ലബോറട്ടറിയാണ്. ബാംഗ്ലൂരിലെ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് ലബോറട്ടറിയാണ് ലിപ്സ് എന്ന ഉപകരണം വികസിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്കൊരു മറ്റൊരു പേലോഡറിനെ കൂടി പഠിക്കാനുണ്ട്. ഇനിയും പേലോഡേഴ്സ് ഉണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 പേലോഡേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അടുത്തൊരു പേലോഡർ എന്ന് പറയുന്നത് ചാസ്റ്റ് ആണ്. ചാസ്റ്റും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാസ്റ്റും ഒരു പരിവേഷണം നടത്തി. എന്തായിരുന്നു ആ ഒരു പരിവേഷണം? ചന്ദ്രനിലെ താപവ്യതിയാനം നിരീക്ഷിക്കാൻ വിക്രം ലാൻഡറിൽ സ്ഥാപിച്ച പേലോഡറാണ് ചാസ്റ്റ്. അപ്പോൾ ഈ ചാസ്റ്റ് നടത്തിയ പരിവേഷണമായിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ചാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ലോകത്തിന് മുന്നിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു ഈ ഒരു ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഈ ഒരു താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കണ്ടെത്താൻ സഹായിച്ചത് ചന്ദ്രയാൻ 3ലെ ചാസ്റ്റ് എന്ന പേലോഡറാണ്. ഈ ചാസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലാൻഡർ എന്ന വിക്രമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലാൻഡറിലെ വിക്രമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പേലോഡറാണ്. അവിടെ 4 പേലോഡേഴ്സാണ് ഉള്ളത്. ലാൻഡറിൽ ഈ ഒരു 4 പേലോഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റോവറിൽ 2 പേലോഡറുമാണ്. അതിലെ ഒരു പേലോഡറാണ് വിക്രം ലാൻഡറിലെ ഒരു പേലോഡറാണ് ചാസ്റ്റ് എന്ന് പറയുന്നത്. ചാസ്റ്റ് ചന്ദ്രോപരിതലത്തിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടെത്തി. കൂടാതെ 80 മില്ലിമീറ്റർ ആഴത്തിൽ മണ്ണിന്റെ താപനില -10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടെത്തിയതും ഈ ഒരു ചാസ്റ്റ് ആണ്. അപ്പോൾ ചാസ്റ്റിന്റെ 2 പരിവേഷണങ്ങളായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂടാതെ 80 മില്ലിമീറ്റർ ആഴത്തിൽ മണ്ണിന്റെ താപനില -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇവിടെ നമ്മൾ 2 ഈ ഒരു പേലോഡേഴ്സിന്റെ പ്രധാന കണ്ടന്റുകളാണ് ചർച്ച ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് കൂടി അങ്ങോട്ട് തരികയാണ്. അതായത് ചന്ദ്രയാൻ 3ന്റെ കണ്ടന്റുകൾ കൃത്യമായി പഠിച്ച് സ്ട്രോങ് ആക്കി വെക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ?
ശരി എന്നാൽ അപ്പോൾ ഈ ഒരു ചലഞ്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തൊരു ചലഞ്ചിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, 6ാമത്തെ ചലഞ്ച്. 2023 ഏഷ്യ കപ്പിൽ കിരീടം നേടിയ രാജ്യം ഏതാണ്? 2023 ഏഷ്യ കപ്പിൽ കിരീടം നേടിയിരിക്കുന്നത്, ഇവിടെ 4 ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്: ശ്രീലങ്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. അപ്പോൾ ഏത് രാജ്യമാണ് 2023 ഏഷ്യ കപ്പിൽ കിരീടം നേടിയിരിക്കുന്നത്? കൂട്ടുകാരെ, അത് ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ് 2023 ഏഷ്യ കപ്പിൽ കിരീടം നേടിയിരിക്കുന്നത്. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയാണ്. ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയാണ്. ഇങ്ങനെ ഇന്ത്യ ഈ ഒരു ഏഷ്യ കപ്പിൽ കിരീടം നേടുന്നത് 8ാമത്തെ തവണയാണ്. ഇന്ത്യയുടെ 8ാമത്തെ കിരീടമാണ് ഇന്ത്യ 2023 നേടിയത്. ഫൈനലിൽ ഈ ഒരു ഫൈനൽ മാച്ചിൽ ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിരിക്കുന്ന മുഹമ്മദ് സിറാജ് ആണ്. ഇന്ത്യൻ പേസ് ബോളറായ മുഹമ്മദ് സിറാജ് ആണ് ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത്. സോ ഇത്രയും കണ്ടന്റുകളാണ് നിങ്ങൾ അറിയേണ്ടത്. നമുക്ക് എന്തായാലും അടുത്തൊരു ചലഞ്ചിലോട്ട് പോവാം. ഈ ഒരു ചലഞ്ചിന്റെ ആൻസർ എല്ലാം ചെയ്യണം കേട്ടോ. അതവിടെ നോക്കിയേ, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതെന്നാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ഇതിന്റെ ആൻസർ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. ഏതാ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഇതിന്റെ ആൻസർ ഞാൻ പറയാം, കൊല്ലമാണ് കേട്ടോ. കൊല്ലമാണ് ഈ ഒരു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചലഞ്ചായിരുന്നു, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. സോ അടുത്തൊരു ക്വസ്റ്റ്യനോട് പോവാണ്. ചോദ്യം ശ്രദ്ധിച്ചേ, ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ദേശീയ ശാസ്ത്ര കോൺഗ്രസ്, അതിന്റെ വേദി എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. സോ നമുക്ക് നോക്കാം. 108ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് 2023 വേദിയായത് എവിടെയാണ്? 108ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് 2023 വേദിയായത് 4 ഓപ്ഷൻസ് ഉണ്ട്: നാഗ്പൂർ, നാസിക്, കൊൽക്കത്ത, ഡൽഹി. നിങ്ങളുടെ മനസ്സിൽ വന്ന റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരുന്നു? ഒന്ന് മനസ്സിലോട്ട് ഇങ്ങനെ അതിന്റെ ആൻസർ കൊണ്ടുവന്നേ. അപ്പോൾ 108ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത്, ഞാൻ അങ്ങ് ആൻസർ അങ്ങ് പറയാം, നാഗ്പൂർ ആണ് കേട്ടോ. നാഗ്പൂരിലാണ് 108ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടന്നത്. അതായത് ഈ ഒരു ദേശീയ ശാസ്ത്ര കോൺഗ്രസ് എപ്പോഴും നമ്മുടെ PSC ചോദിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക. അടുത്തതായിട്ട് ഇതിന്റെ ഒരു വിഷയം, ഈ 108ാമത് ശാസ്ത്ര കോൺഗ്രസ് നാഗ്പൂരിൽ നടന്ന ഈ ഒരു ശാസ്ത്ര കോൺഗ്രസിന്റെ വിഷയം എന്തായിരുന്നു? അത് സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം സുസ്ഥിര വികസനത്തിനുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം സുസ്ഥിര വികസനത്തിനുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയും, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ് എന്നതാണ് ഈ വർഷത്തെ വിഷയം. സോ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഇങ്ങ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അറിയണം. ഒരു മാർക്ക്, എല്ലാ മാർക്കും 100 മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് നമ്മൾ എത്രത്തോളമാണ് നമ്മൾ മുന്നിലോട്ട് എത്തിക്കുന്നത്, എത്രത്തോളം മുന്നിലാണ് നമ്മുടെ ഒരു ചാൻസ് മുന്നിലോട്ട് എത്തിക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കി നമ്മൾ മാക്സിമം കണ്ടന്റുകൾ ബിൽഡ് ചെയ്ത് പോവുക. അടുത്തതിലോട്ട് പോവാണ്. അടുത്ത ചലഞ്ച് 9ാമത്തെ ചലഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ചോദ്യം നമുക്ക് നോക്കാം. ലോക ബാങ്കിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജൻ ആര്? ലോക ബാങ്ക് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. 1ാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ദിനേശ് കുമാർ, 2ാമത്തെ ഓപ്ഷൻ സിദ്ധാർത്ഥ മൊഹന്തി, 3ാമത്തെ ഓപ്ഷൻ അജയ് ബംഗ, 4ാമത്തെ ഓപ്ഷൻ BVR സുബ്രഹ്മണ്യം. 4 പേരുകളാണ് കൊടുത്തിരിക്കുന്നത്: ദിനേശ് കുമാർ, സിദ്ധാർത്ഥ മൊഹന്തി, അജയ് ബംഗ, BVR സുബ്രഹ്മണ്യം. ഇവിടെ നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് വന്നു കാണും, എനിക്കറിയാം. 4 ഓപ്ഷനും ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ലോക ബാങ്കിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരെന്ന് നോക്കിയാൽ അജയ് ബംഗയാണ്. ആൻസർ C ആണ്, അജയ് ബംഗ. ഈ ഒരു ദിനേശ് കുമാർ, അദ്ദേഹം SBIയുടെ ചെയർമാനാണ്. നിലവിലെ SBIയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ദിനേശ് കുമാർ ആണ് കേട്ടോ, ദിനേശ് കുമാർ. കൂടാതെ LIC ലൈഫ് ഇൻഷുറൻസ് ഓഫ് കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. അജയ് ബംഗയാവുമ്പോൾ നിലവിലെ ലോക ബാങ്കിന്റെ ഇന്ത്യൻ വംശജനായ പ്രസിഡന്റ് ആണ്. BVR സുബ്രഹ്മണ്യം എപ്പോഴും ചോദിക്കുന്ന ഒരു കാറ്റഗറിയിൽ നിന്നുള്ള ചോദ്യമാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO ആര്? നീതി ആയോഗിന്റെ നിലവിലെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം. ഇവിടെ 4 ഓപ്ഷൻസിനും 4 ചോദ്യങ്ങൾ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ വാസ്തവം എന്ന് പറയുന്നത്. ദിനേശ് കുമാർ ആകുമ്പോൾ SBI അല്ലെ, SBIയുടെ ചെയർമാൻ. സിദ്ധാർത്ഥ മൊഹന്തി ആകുമ്പോൾ LICയുടെ ചെയർമാൻ. അജയ് ബംഗയാകുമ്പോൾ വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ്. BVR സുബ്രഹ്മണ്യം ആകുമ്പോൾ നീതി ആയോഗിന്റെ എന്താണ് നിലവിലെ CEO ആണ് അല്ലെ. സോ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ എന്തായാലും അടുത്തൊരു ചലഞ്ചിലോട്ട് പോവാണ്. ചോദ്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ പകുതി അല്ലെ, ഒരു ഹാഫ് എത്തി. ഈ ഒരു ചലഞ്ചിന്റെ ഒരു പകുതി എത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശത്ത് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേരെന്ത്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഓപ്പറേഷൻ ദോസ്ത്, ഓപ്പറേഷൻ മൈത്രി,
ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ മിത്ര. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? നമ്മൾ കണ്ടായിരുന്നു തുർക്കിയിൽ എന്ത് ചെയ്തു, അവിടെ ഒരു എർത്തിക്യൂക്ക് ഉണ്ടായി, വലിയ വൻ നാശങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ അവിടെ ഭൂകമ്പ ബാധിതമായ ആ ഒരു പ്രദേശത്ത് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേരാണ് ചോദ്യം. ഇതിൽ ഏതാ ആൻസർ? നിങ്ങളുടെ മൈൻഡിൽ ഏതെങ്കിലും ഒരു ആൻസർ വന്നായിരുന്നു? ഞാൻ ആൻസർ പറയാം. ഓപ്പറേഷൻ ദോസ്ത് ആണ്. ഓപ്പറേഷൻ ദോസ്ത് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് കേട്ടോ, ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ഗംഗ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അതേതാ? അതായത് നമ്മുടെ ഉക്രൈൻ റഷ്യ വാർ നടന്ന സമയത്ത് ആ ഒരു ഇന്ത്യക്കാരായ ഉക്രൈന് ആ ഒരു ചുറ്റുമുള്ള ആ അയൽ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ ഇന്ത്യയിലോട്ട് എത്തിക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. അപ്പൊ തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശത്ത് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. ഓപ്പറേഷൻ ദോസ്ത്. സോ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാണ്. അടുത്തതായ ഒരു പദ്ധതിയെ കുറിച്ചാണ്. പദ്ധതിയെക്കുറിച്ച് നമുക്കറിയാം PSC നിരന്തരം ചോദിക്കുന്ന മേഖലയാണ്. ഞാൻ ഇവിടെ ഇന്നത്തെ ചലഞ്ചിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം നമുക്ക് നോക്കാം. 2023 ജൂലൈയിൽ ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഗൃഹലക്ഷ്മി പദ്ധതി 4 ഓപ്ഷൻസ് ആണ്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ. സോ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാമോ? ചലഞ്ചാണ്, ഒന്ന് പറഞ്ഞേ. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ. ഇതിൽ ഏത് സംസ്ഥാനമാണ് ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? ഞാൻ പറയാം, ആൻസർ പറയാം. കർണാടകയാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ വന്ന ആൻസർ കർണാടക തന്നെയാണോ? അപ്പോൾ ഇവിടെ കർണാടകയാണ് ഗൃഹലക്ഷ്മി പദ്ധതി ജൂലൈയിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗൃഹലക്ഷ്മി പദ്ധതിയിൽ എന്താ പറയുന്നത്? ഒരു കുടുംബത്തിലെ വനിതാ മേധാവിക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ വനിതാ മേധാവിക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്നതിനായി ആരംഭിച്ച ഫലപ്രദമായ ഒരു പദ്ധതിയാണ് ഗൃഹലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിമാസം എന്ത് ചെയ്യുന്നു? ഈ ഒരു വനിതാ മേധാവിക്ക്, കുടുംബത്തെ ഈ ഒരു വനിതാ മേധാവിക്ക് 2000 രൂപ നൽകുന്ന ഒരു വലിയൊരു പദ്ധതിയായിരുന്നു ഗൃഹലക്ഷ്മി പദ്ധതി. അത് ജൂലൈയിൽ ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു എന്നാണ് ചോദ്യം. അത് കർണാടകയായിരുന്നു. കർണാടക. അടുത്തതായി നമ്മൾ 12ാമത്തെ ചലഞ്ചിലോട്ട് കിടക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കൊരു ആത്മകഥയെ കുറിച്ചാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുസ്തകങ്ങളുടെ കാറ്റഗറി അല്ലെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ തന്നെ കറണ്ട് അഫേഴ്സിൽ നിന്ന് വളരെ പ്രോമിനന്റ് ആയ ചില വ്യക്തികൾ എഴുതിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ അടുത്ത ഇടക്കാലങ്ങളിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് ചോദ്യങ്ങളായിട്ട് കണ്ടന്റ് ആക്കാറുണ്ട്. സോ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഒരു ആത്മകഥയാണ്. റീസെന്റ് പുറത്തിറക്കിയ ഒരു ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സേതു, ബെന്യാമൻ, സി രാധാകൃഷ്ണൻ, SK വസന്തൻ. ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഇതൊരു ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിച്ച് ഇതിൽ ആരാണ് ഈ ഒരു അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഞാൻ ആൻസർ പറയട്ടെയോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സേതുവിന്റെ ആത്മകഥയാണ്. റീസെന്റ് ആണ് പുറത്തിറങ്ങുന്നത്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സേതുവിന്റെ ആത്മകഥയാണ്. സോ കുറച്ച് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലേ പോയത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ക്ഷേമനിധി ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്, ഉത്തർപ്രദേശ്, കേരളം, കർണാടക. 13ാമത്തെ ചലഞ്ചിന്റെ ആൻസർ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. ഏത് സംസ്ഥാനമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഈ ഒരു ക്ഷേമനിധി ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നത്? ആ ഒരു സംസ്ഥാനം ഞാൻ പറയാം, അത് നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. നമ്മുടെ കേരളം തന്നെയാണ് ഈ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു ക്ഷേമനിധി കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും PSC ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ആ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. COP28 നിലവിൽ നടക്കുന്നത് എവിടെയാണ്? അപ്പോൾ COP28 അല്ലെങ്കിൽ UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം 2023 വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഞാൻ ഒന്ന് വായിക്കാം. മുംബൈ, ദുബായ്, പാരീസ്, വിയറ്റ്നാം. ഇതിലേതാ റൈറ്റ് ആൻസർ? ഈ ഒരു COP28 നിലവിൽ നടക്കുന്നത് എവിടെയാണ്? കൂട്ടുകാരെ, ദുബായിലാണ്. UAE ദുബായിലാണ് 2023 UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടക്കുന്നത്. സോ ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്തതായിട്ട് വീണ്ടും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ കുറച്ച് നേരം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു. ഇനി നമ്മൾ വീണ്ടും സ്റ്റേറ്റ്മെന്റിലോട്ട് കടക്കുകയാണ്. ഇതൊരു ISROയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം PSCയുടെ ഒരു ഇഷ്ട മേഖലയാണ് നമ്മുടെ സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിൽ ISRO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 2 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ നമുക്ക് നോക്കാം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച DSR സിംഗപ്പൂരിന്റെ ഉപഗ്രഹമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച DSR സിംഗപ്പൂരിന്റെ ഉപഗ്രഹമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് DSR വിക്ഷേപണം നടത്തിയിരിക്കുന്നത് PSLV C-56 നിന്നാണ്.
അപ്പോൾ വിക്ഷേപണ വാഹനം PSLV C56 നിന്നാണ്. ഒന്ന് ആലോചിച്ച്, ഒന്ന് നിങ്ങളുടെ മൈൻഡ് നല്ലപോലെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച കണ്ടന്റ് ആയിരിക്കും, ഒന്ന് നല്ലപോലെ ഇരുത്തി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. DSRനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കൂടി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് DSR സിംഗപ്പൂരിന്റെ ഉപഗ്രഹമാണ്. DSR കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു DSR എന്ന് പറയുന്നത് സിംഗപ്പൂരിന്റെ ഉപഗ്രഹം തന്നെയാണ്. അപ്പോൾ സിംഗപ്പൂരിന്റെ ഒരു സാറ്റലൈറ്റ് ആണ് ഈ ഒരു DSR ഇന്ത്യയിലോട്ട് എത്തിച്ച് ഈ ഒരു PSLV C56 നമ്മൾ വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. ബി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. PSLV C56 നിന്നുകൊണ്ടാണ് DSR വിക്ഷേപിച്ചത്. DSRും കൂടാതെ 6 പാസഞ്ചേഴ്സുമായിട്ടാണ് ഈ ഒരു PSLV C56 ഈ ഒരു ബഹിരാകാശത്തോട്ട് യാത്ര തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ടോട്ടൽ 7 ഉപഗ്രഹങ്ങളായിരുന്നു ഈ ഒരു PSLV C56 ഉണ്ടായിരുന്നത്. അതിലൊന്നായിരുന്നു DSR സിംഗപ്പൂരിന്റെ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എയും ബിയും ശരിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി തിരഞ്ഞെടുക്കാം. AB ശരിയെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. സോ ഈ ഒരു ചലഞ്ച് നല്ലൊരു ചലഞ്ച് അല്ലായിരുന്നോ? ചോദ്യം നല്ല നിലവാരമുള്ള ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും PSC ചോദിക്കുന്നത്. സോ അതിനനുസരിച്ച് നമ്മളും ആ ഒരു ട്രെൻഡിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. 16ാമത്തെ ചലഞ്ചാണ്. സോ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയിലാണ്. നമുക്കറിയാം PSC എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അതിലെ ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം തോണി തുഴയുന്ന ആനക്കുട്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2ാം ശനിയാഴ്ച നടക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്നു. ലാസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് 2023 വിജയികൾ വീയപുരം ചുണ്ടനാണ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ കുറച്ച് സമയം വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യണം, ഒന്ന് പൗസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ആൻസർ ഒന്ന് ചിന്തിച്ച് കിട്ടിയതിന് ശേഷം ഒന്ന് എഴുതിയതിന് ശേഷം മാത്രം വീണ്ടും ഒന്ന് അൺപൗസ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ എൻ്റെ ആൻസർ പറയാം. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തെന്ന് പറയുന്ന തോണി തുഴയുന്ന ആനക്കുട്ടി. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. അപ്പോൾ റൈറ്റ് ആൻസർ ആണ് എന്ത്? തോണി തുഴയുന്ന ആനക്കുട്ടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2ാം ശനിയാഴ്ച നടക്കുന്നു. ഇവിടെ ചെറിയ പെശകുണ്ട്. ഒക്ടോബർ മാസമല്ല, പിന്നീടാണ് ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത് കേട്ടോ. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ അവിടെ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ശരിയാണെന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും നമുക്കതൊന്നുകൂടി പറഞ്ഞിട്ട് പോവാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അവിടെ പുന്നമടക്കായലല്ലേ? അത് കറക്റ്റ് ആണ്. കൂടാതെ 2023 വിജയ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയിച്ചത് വീയപുരം ചുണ്ടനാണ് കേട്ടോ. വീയപുരം ചുണ്ടനാണ് വിജയിച്ചിരിക്കുന്നത്. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് 2023 കേട്ടോ. 2023. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മുന്നേ കൂട്ടി പ്രതീക്ഷിച്ച് വേണം ഇനി മുതൽ എക്സാമിന് പോകാനുള്ളത്. സോ അങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പേടി ഉണ്ടാവത്തില്ല. പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടി ഉണ്ടാകത്തില്ല. നമ്മൾ റൈറ്റ് ആയിട്ട് തന്നെ അവിടെ ആൻസർ ചെയ്യുന്നതാണ്. സോ 16ാമത്തെ ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് 17ാമത്തെ ചലഞ്ചാണ്. സോ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണ്. കുറച്ചും കൂടെ നല്ല നല്ല ടോപ്പിക്സിലോട്ട് വരികയാണ്. സോ ശ്രദ്ധിക്കാം. 47ാമത് വയലാർ അവാർഡിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇതിൽ 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ശ്രീകുമാരൻ തമ്പി, എസ് ഹരീഷ്, ബെന്യാമൻ, പോൾ സക്രിയ. അപ്പൊ 4 ഓപ്ഷൻസ് ആണ്. ശ്രീകുമാരൻ തമ്പി, എസ് ഹരീഷ്, ബെന്യാമൻ, പോൾ സക്രിയ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിൽ ഏതാ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് ചിന്തിച്ചേ. ആർക്കാ ഈ ഒരു വയലാർ പുരസ്കാരം 2023 ലഭിച്ചത്? നിങ്ങൾക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു 3 പുരസ്കാരങ്ങൾ: എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, അതുപോലെ വയലാർ പുരസ്കാരം. ഇതിൽ 3ലും ഈ ഒരു പുരസ്കാരം കിട്ടിയ വ്യക്തികളെ പേരൊക്കെ പഠിക്കുമെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലേ. സോ അതൊന്ന് ഞാനൊന്ന് ക്ലിയർ ആക്കി തരും. ഇവിടെ തന്നെ ഒന്ന് ക്ലിയർ ആക്കി തന്നെ പോകുന്നതാണ്. ഇതിന്റെ ആൻസർ ഏതാണെന്ന് ഞാൻ പറയാം. ഇവിടെ 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പൊ ഇവിടെ നോക്കാം, ശ്രീകുമാരൻ തമ്പിക്കല്ലേ 2023 പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കായി ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നത്? ജീവിതം ഒരു പെൻഡുലം. വയലാർ പുരസ്കാരം ഈ ഒരു സാഹിത്യ സംഭാവനയ്ക്കാണ് നൽകുന്നത് കേട്ടോ.
സാഹിത്യ സംഭാവനയ്ക്കാണ് വയലാർ അവാർഡ് നൽകുന്നത്. കിട്ടിയ പുരസ്കാരം, കിട്ടിയ കൃതി ഏതെന്ന് ചോദിച്ചാൽ ജീവിതം ഒരു പെൻറ്റുലം. കഴിഞ്ഞ വർഷം 46ാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എസ് ഹരീഷ് ആണ് കേട്ടോ. എസ് ഹരീഷ്. മീശ എന്ന നോവലാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2021 ബെന്യാമനാണ് കിട്ടിയിരുന്നത്. ബെന്യാമന് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ഇതായിരുന്നു അദ്ദേഹത്തിന് അന്ന് കിട്ടിയ ഒരു കൃതി എന്ന് പറയുന്നത്, ആ ഒരു പുരസ്കാരം കിട്ടിയ കൃതി. സോ ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കോഡ് ഞാൻ പഠിപ്പിക്കാം. ആ കോഡിലൂടെ പഠിച്ചു പോകുന്നതാണ്. ഇവിടെ 3 പേരുകൾ ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. തമ്പി എന്ന് എഴുതിയിട്ടുണ്ട്, ഹരീഷ് എന്ന് എഴുതിയിട്ടുണ്ട്, ബെന്നി എന്ന് എഴുതിയിട്ടുണ്ട്. തമ്പി എന്ന് എഴുതിയിട്ടുണ്ട്, ഹരീഷ് എന്ന് എഴുതിയിട്ടുണ്ട്, ബെന്നി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ട തമ്പി അളിയൻ, നമ്മുടെ ഈ ഒരു മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മളെ അറിയത്തില്ല, നെടുമുടി അല്ലെ, ഒരു തമ്പി അളിയൻ എന്നല്ലേ വിളിക്കുന്നത്, ആ ഒരു കഥാപാത്രത്തെ ഓർത്തങ്ങ് വെക്കുക. തമ്പി അളിയൻ കേട്ടോ. തമ്പി അളിയൻ പാവപ്പെട്ട ഒരു തമ്പി അളിയനാണ്. കർഷകനായ ജീവിതമൊക്കെ ഇങ്ങനെ ഈ ഒരു വയലിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ജീവിതം എവിടെയാണ്? വയലിലാണ്. തമ്പി അളിയന്റെ ജീവിതം എവിടെയാണ്? വയലിലാണ്. ഓക്കെ, ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. തമ്പി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം എവിടെയാണ്? വയലിലാണ്. അതാണ് ആദ്യത്തെ സ്റ്റോറി. രണ്ടാമത്തെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ പറയാം. ഹരീഷ്. ഹരീഷ് എന്ന് പറയുന്നത് ഒരു മാടമ്പിയാണ് കേട്ടോ. മാടമ്പിയാണ് ഹരീഷ്. വലിയ മീശയൊക്കെ ഉള്ള ഒരു മാടമ്പിയാണ്. മാടമ്പി എന്ന് ആലോചിക്കുമ്പോൾ വലിയ മീശയൊക്കെ അങ്ങ് ആലോചിക്കുക. മാടമ്പി എന്ന് പറയുമ്പോൾ മീശയുള്ള മാടമ്പിയാണ് ഹരീഷ്. ഇനി ബെന്നി, ആ നാട്ടിലെ വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ബെന്നി എന്ന് പറയുന്ന ആ നാട്ടിലെ വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. സോ ഇനി നമ്മൾ കഥയിലോട്ട് അങ്ങ് പോവാണ്. അപ്പൊ തമ്പി അളിയൻ. അപ്പൊ തമ്പി അളിയന്റെ ജീവിതം എവിടെയാണ്? വയലിലാണെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞ. തമ്പി അളിയന്റെ ജീവിതം എവിടെയാണ്? വയലിലാണ്. അപ്പം തമ്പി അളി ഇങ്ങനെ ജീവിതം ഇങ്ങനെ വയലിൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ച് ജീവിക്കുകയാണ്. ആര്? അല്ലെ പീഡിപ്പിക്കുകയാണ് ആര്? ഹരീഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ നിർബന്ധിച്ച് ജോലി എടുപ്പിക്കുകയാണ്. മീശക്കാരനായ ഈ ഒരു മാടമ്പിയായ ഹരീഷ് ആരെ പണിയെടുപ്പിക്കുകയാണ്? ഈ ഒരു തമ്പി അളിനെ ഈ ഒരു വയലിൽ ഒരു പണിയെടുപ്പിക്കുകയാണ്. സോ ഇതിനെ ചോദ്യം ചെയ്യാൻ വരുന്ന ആളാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്നി എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റോറി. അപ്പൊ നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. തമ്പി അളിയന്റെ ജീവിതം എവിടെയാണ്? വയലിലാണ്. അപ്പോൾ വയലാർ അവാർഡ്, ജീവിതം അല്ലെ, ജീവിതം ഒരു പെൻഡുലം ആരുടെ കൃതിയാണ്? തമ്പി അല്ലെ, ശ്രീകുമാരൻ തമ്പി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ആ സ്റ്റോറിയിലെ തമ്പി അളിയന്റെ ജീവിതം വയലിലാണ്, അത് കിട്ടിയിട്ടുണ്ട്. ഹരീഷ്, മാടമ്പിയായ മീശയുള്ള ഹരീഷ്, അതാണല്ലോ അടുത്തൊരു കഥാപാത്രം. അപ്പൊ മീശ എന്ന കൃതി ആരുടെയാണ്? എസ് ഹരീഷിന്റെയാണ്. അപ്പൊ മീശ എന്ന കൃതി ആരുടേതാണ്? എസ് ഹരീഷാണ്. ഇനി ബെന്നി, ഞാൻ പറഞ്ഞ നാട്ടിലെ വലിയ പ്രമാണിയായ അല്ലെങ്കിൽ വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ബെന്നി എന്ന് പറയുന്നത്. സോ ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ബെന്നി അളിയൻ എന്ത് ചെയ്താ വെച്ചിരിക്കുന്ന 20 കമ്മ്യൂണിസ്റ്റുകാരെയും വിളിച്ചുകൊണ്ടുവന്ന് ഹരീഷിന്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വരികയാണ്. സോ ബെന്നി എന്ന് പറഞ്ഞാൽ ബെന്യാമനാണ് 20 അല്ലെ, ഈ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. സോ ആ ഒരു സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റുകളെല്ലാം പഠിക്കാം. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെൻഡുലം. 2022 ലഭിച്ചത് എസ് ഹരീഷ്, മീശ എന്ന കൃതി. 2021 ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ബെന്യാമനാണ്, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. സോ നമ്മുടെ വയലാർ അവാർഡ് മൊത്തം ക്ലിയർ ആയില്ലേ? എങ്കിൽ എൻ്റെ ചോദ്യം, ആദ്യത്തെ വയലാർ അവാർഡ് നൽകിയത് 1977 ലളിതാംബിക അന്തർജനത്തിനാണ് കേട്ടോ. ലളിതാംബിക അന്തർജനത്തിന്റെ ഈ ഒരു അഗ്നിസാക്ഷികൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. സോ അത് അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. സോ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, ഒരു ചോദ്യത്തിന് മുമ്പ് ഞാൻ വേറൊന്നും കൂടെ പറയാം. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ഈ വർഷം 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആരാണ്? നമുക്കറിയാം, SK വസന്തനാണ് കേട്ടോ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, അച്ഛൻ വസന്തന് ഒരു കോഡ് കൂടെ പറയാം. അച്ഛൻ വസന്തന് മകൻ സേതുവും മകൾ വത്സലയും. സോ ഈ ഒരു കോഡിൽ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരങ്ങളൊക്കെ പഠിക്കാം. അച്ഛൻ വസന്തന് എഴുത്തച്ഛൻ പുരസ്കാരം ഈ വർഷം 2023 ലഭിച്ചിരിക്കുന്നത് വസന്തൻ, SK വസന്തന്. മകൻ സേതു 2022 ലഭിച്ചിരിക്കുന്നത് സേതുവിന് കിട്ടി. കൂടാതെ P വത്സല 2021 ലഭിച്ചു. ഈ ഒരു കോഡിലൂടെ നമുക്ക് എഴുത്തച്ഛനും പഠിക്കാം. അച്ഛൻ വസന്തന്, മകൻ സേതുവും മകൾ വത്സലയും. അപ്പോൾ വസന്തൻ എന്ന് ഉദ്ദേശിക്കുന്നത് SK വസന്തനാണ്. സേതു എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് 22 കിട്ടി. P വത്സലയ്ക്കാണെങ്കിൽ 2021 ലഭിച്ചു. P വത്സലയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. റീസെന്റ് അന്തരിച്ച ഒരു വനിതയാണ് P വത്സല. സോ അവിടെ നിന്ന് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ ഓപ്ഷനിലോട്ട് വീണ്ടും നമുക്ക് തിരിച്ചു പോവാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ പോൾ സക്രിയൻ കൂടെ അല്ലേ? അപ്പൊ ഇത് 3 നമ്മുടെ വയലാർ പുരസ്കാരം കിട്ടിയ വ്യക്തികളാണ്. ഇവിടെ 47ാമത് വയലാർ പുരസ്കാരത്തിന് ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന പോൾ സക്കറിയാണ് അല്ലെ, പോൾ സക്കറിയ. അപ്പൊ പോൾ സക്കറിയക്ക് കിട്ടിയത് എന്താ? അതിലേതാ? വള്ളത്തോൾ പുരസ്കാരമാണ് കേട്ടോ. വള്ളത്തോൾ പുരസ്കാരം 2019 അവസാനം നൽകിയത്. ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? പോൾ സക്കറിയക്കാണ്.
അവിടെയും പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പാലമരം കേട്ടോ, ഇവിടെ ഞാൻ വരയ്ക്കാം. ഒരു പാലമരം നിൽക്കുകയാണ് കേട്ടോ, ഒരു പാലമരമാണ് കേട്ടോ. അതിന്റെ ചുവട്ടിൽ വലിയൊരു ജലാശയമുണ്ട് കേട്ടോ, ജലാശയമുണ്ട്. അതിനടുത്ത് തന്നെ ഒരു ബോട്ട് ഇങ്ങനെ ഇട്ട് ഒരു വള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു വള്ളം ഇങ്ങനെ കിടക്കുക. ഇതാണ് സ്റ്റോറി. ഒരു പാലമരം ഉണ്ട്, അടുത്തൊരു ജലാശയമുണ്ട്, അതിനടുത്തൊരു വള്ളത്തെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, വള്ളം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത് പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായറിന് ഏത് വർഷമാണ് കിട്ടുന്നത്? 1991. പാലാ നാരായണൻ നായറിനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. ആ കണ്ടന്റ് കിട്ടി. ഇനി കെട്ടിയിട്ടിരിക്കുന്ന വള്ളമല്ലേ, അപ്പോൾ വള്ളത്തോൾ പുരസ്കാരമാണ്. ഈ വള്ളത്തിൽ ഇങ്ങനെ കമ്പുകളുണ്ടല്ലേ, ഇങ്ങനെ കമ്പുകളുണ്ട്. സോ ഈ 1 ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സമ്മാന തുകയാണ് കേട്ടോ. 1,11,111 രൂപയാണ് ഈ ഒരു വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക. അതും കിട്ടി. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഇതിൻ്റെ അതൊരു പിക്ചറൈസേഷൻ കൂടെ കൊണ്ടുവരിക. ഒരു വെള്ളത്തിലെ ജലാശയത്തിലല്ലേ ഈ ഒരു വള്ളം കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു അല്ലെങ്കിൽ ഒരു സക്കർ മീൻ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ചാടുക. ഇവിടെ സക്കർ മീൻ വരയ്ക്കുകയാണ്, ഞാനിവിടെ സക്കർ മീൻ വരച്ചിട്ടുണ്ട്. ഈ സക്കർ മീൻ ചാടി അങ്ങ് എന്ത് ചെയ്യുന്നു, വള്ളത്തിലോട്ട് വീഴുന്നു. ഇപ്പോൾ 2019 ഈ ഒരു വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിരിക്കുന്ന ആർക്കാണ്? പോൾ സക്കറിയാണ് കേട്ടോ, സക്കറിയ. ആ ഒരു പിക്ചറൈസേഷനിലൂടെ നമുക്ക് എന്തും കിട്ടി, ഈ ഒരു വള്ളത്തോൾ പുരസ്കാരം കിട്ടി. അപ്പോൾ ഇതിലൂടെ നമ്മൾ പഠിച്ചു, എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചു, വള്ളത്തോൾ പുരസ്കാരം പഠിച്ചു, വയലാർ അവാർഡ് കിട്ടിയതും പറഞ്ഞു. സോ ഇതെല്ലാം നമ്മൾ പിക്ചറൈസേഷനിലൂടെ പഠിച്ചത്. ഇതെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡൊക്കെ ഈ ഒരു പിക്ചറൊക്കെ മനസ്സിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകും ഒരു സാധ്യതയില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ എക്സാമിന് ആൻസേഴ്സ് കിട്ടുന്നതാണ്. സോ കൂട്ടുകാരെ, ഞാൻ എന്തായാലും അടുത്തൊരു ചലഞ്ചിലോട്ട് പോകണം കേട്ടോ. അടുത്തൊരു ചോദ്യം 18ാമത്തെ ചലഞ്ചാണ്. ചോദ്യം ഇതാണ്, തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുനെല്ലിയുടെ കഥാകാരി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം 2021 അല്ലെ എഴുത്തച്ഛൻ പുരസ്കാരം 2021 ലഭിച്ചത് പി വത്സലയാണ്. അപ്പോൾ ഇവിടെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പി വത്സലയാണ്. ഞാനിത് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വിട്ടുപോയി, പെട്ടെന്ന് ഇങ്ങനെ ലെക്ചർ പോലെ ഇങ്ങ് പറഞ്ഞു പോയത്. കുഴപ്പമില്ല. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരെന്ന് വെച്ചാൽ പി വത്സലയാണ്. എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസൺലി പി വത്സല അന്തരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പി വത്സലയുമായി ബന്ധപ്പെട്ട മാക്സിമം കണ്ടന്റുകൾ എക്സാം വ്യൂവർ പോയിന്റിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുക. തിരുനെല്ലിയുടെ കഥാകാരി ആരാണ്? പി വത്സലയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാ? അതും പി വത്സലയ്ക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 19ാമത്തെ ചലഞ്ചിലോട്ട് പോവാം. 19ാമത്തെ ചലഞ്ചിലോട്ട് വരെയാണ്. ഇതാ ഇവിടെ ഒരു ഭേദഗതിയെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം 101 മുതൽ 106 വരെയുള്ള ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിനെ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്ന മേഖലയാണ്. സോ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വനിതാ സംവരണ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി ബില്ല് അല്ലെങ്കിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഈ ഒരു വനിതാ സംവരണ ബില്ലായ നാരി ശക്തി ബില്ല് പറയുന്നത്? ഇവിടെ 103 ഉണ്ട്, 104 ഉണ്ട്, 105 ഉണ്ട്, 106 ഉണ്ട്. കൂട്ടുകാരെ, ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ ആൻസർ അങ്ങ് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. ഏതാ ഈ ഒരു ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? ഞാൻ ആൻസർ പറയട്ടെ. അതായത് 106ാമത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ഭേദഗതിയാണ് 106ാം ഭേദഗതി. ഇതിലാണ് വനിതാ സംവരണ ബില്ലായ നാരി ശക്തി ബില്ലിനെ കുറിച്ച് പറയുന്നത്. സോ ഇവിടെ നമുക്ക് നാരി ശക്തി ബില്ലുമായി ബന്ധപ്പെട്ട ചില കണ്ടന്റുകൾ കൂടി അറിയേണ്ടതുണ്ട്. അതുകൂടെ പറയാം. ഈ ഒരു നാരി ശക്തി ബില്ലിൽ എന്താ പറയുന്നത്? ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 33% സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്ത ബില്ലാണ് നാരി ശക്തി ബില്ലായ 106ാം ഭേദഗതി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 33% സീറ്റുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ബില്ലിലൂടെ സംവരണം ചെയ്തിരിക്കുന്നത്. കൂടാതെ SC/ST മണ്ഡലങ്ങളിൽ 33% വനിതാ സംവരണ മണ്ഡലങ്ങളായി മാറും. അപ്പോൾ 33% SC/ST മണ്ഡലങ്ങളായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കേണ്ടത്, രാജ്യസഭയും ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും എന്തില്ല? സംവരണമില്ല. രാജ്യസഭയിലും കൂടാതെ ലെജിസ്ലേറ്റീവ് കൗൺസിലും എന്തില്ല? സംവരണമില്ല. OBC സ്ത്രീകൾക്ക് പ്രത്യേക കോട്ടയില്ല. അപ്പോൾ ഇവിടെ രാജ്യസഭയിലും ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും എന്തില്ല? സംവരണമില്ല. OBC സ്ത്രീകൾക്ക് പ്രത്യേക കോട്ടയുമില്ല. ഇനി ഇത് എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? സാധാരണ പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിച്ച് പിന്നെ എന്ത് ചെയ്തത്? പാസ്സാക്കിയാണ് ഭേദഗതി ആവുന്നത്. അപ്പോൾ ഇത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 128ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അപ്പോൾ എത്രാമത്തെ ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ 106ാം ഭേദഗതിയും. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിൽ അത് 128ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ്. ഈ ഒരു ബില്ല്, ഈ ഒരു നാരി ശക്തി ബില്ലുമായി ബന്ധപ്പെട്ട ഈ ഒരു ബില്ല് പാർലമെന്റിലെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അർജുൻ മേഘവാൾ ആണ്.
നമ്മുടെ കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ മേഘവാളാണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2023 സെപ്റ്റംബർ 19 ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇത് ലോക്സഭ പാസ്സാക്കിയത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 20 2023 സെപ്റ്റംബർ 20 വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസ്സാക്കി. അപ്പൊ ലോക്സഭ പാസ്സാക്കുന്ന ബില്ല് എന്ത് ചെയ്യും? അടുത്തൊരു സഭയിലോട്ട് മാറും അല്ലെ? അടുത്ത സഭ ഏതാണ്? രാജ്യസഭയാണ്. അപ്പൊ രാജ്യസഭ ഇത് 1ാം റീഡിംഗ്, 2ാം റീഡിംഗ്, 3ാം റീഡിംഗ്, ഈ റീഡിങ്ങിലൂടെയൊക്കെ കടന്നു പോയിട്ട് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21 കേട്ടോ. 2023 സെപ്റ്റംബർ 21. അപ്പൊ 20 ലോക്സഭ പാസ്സാക്കി. വെരി നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുന്നു? രാജ്യസഭ പാസ്സാക്കുന്നു. പിന്നീട് ഇത് രാജ്യസഭ പാസ്സാക്കിയ ഈ ഒരു ബില്ല് ആരുടെ പക്കലിലോട്ട് പോകും? രാഷ്ട്രപതിയുടെ പക്കലിലോട്ട് പോകും. രാഷ്ട്രപതി എന്ത് ചെയ്തു? ഇത് ഒപ്പുവെക്കുകയുണ്ടായി. അത് അദ്ദേഹം ഒപ്പുവെച്ചത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 28. സോ ഈ പറഞ്ഞ ഡേറ്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ഏതെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം. അർജുൻ മേഘവാൾ ഇത് നിയമസഭയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ച 2023 സെപ്റ്റംബർ 19 ഇത് ലോക്സഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20 കൂടാതെ ഇത് രാജ്യസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. കൂടാതെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് സെപ്റ്റംബർ 28, 2023. ക്ലിയർ ആയിട്ടുള്ള 19, 20, 21 പിന്നെ 28. ഓക്കെ ആണല്ലോ? ഇത്രയും ഡേറ്റുകളാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ഞാനിത് ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ 19ാമത്തെ ചലഞ്ചും കഴിഞ്ഞിട്ടുണ്ട്. കുറെ കണ്ടന്റുകൾ നിങ്ങൾ പഠിച്ചു. ഇനി ലാസ്റ്റ് ചലഞ്ചാണ്. സോ നമ്മുടെ ഫൈനൽ ചലഞ്ചാണ് കൂട്ടുകാരെ. നമ്മുടെ ഫൈനൽ ചലഞ്ചിലോട്ട് കിടക്കുകയാണ്. സോ ഇതുവരെ നിങ്ങളുടെ മാർക്കൊക്കെ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാനുള്ള സമയമാണ് അടുത്ത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ചോദ്യം ഇതാണ്. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഇവന്റിന്റെ 5ാം പതിപ്പിന് വേദിയായത് എവിടെയാണ്? അപ്പോൾ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഇവന്റിന്റെ 5ാം പതിപ്പിന് വേദിയായത് ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ. ഏതാ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഇവന്റിന്റെ 5ാം പതിപ്പിന് വേദിയായത് എവിടെയെന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. സാധാരണ നമ്മുടെ PSCയുടെ ചോദ്യങ്ങൾ എടുത്തു നോക്കിയാൽ കേലോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറ്. കേലോ ഇന്ത്യ പാരാ ഗെയിംസ് റീസെന്റ് അല്ലേ പ്രഖ്യാപിച്ചത്, നടക്കുകയും ചെയ്തത്. പ്രഥമ കേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയായത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അപ്പോൾ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉണ്ട്, കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്. അവസാനം നടന്ന കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ യൂണിവേഴ്സിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. പഞ്ചാബ് യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഇവന്റിന് 5ാമത്തെ പതിപ്പിന് വേദിയായത് എവിടെ? അപ്പോൾ ഇതിലെ ആൻസർ ഞാനങ്ങ് പറയാം. മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഈ ഒരു കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 5ാമത്തെ ഇവന്റിന് വേദിയായിരിക്കുന്നത്. സോ ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഈ ഒരു സംസ്ഥാനം ഏത്? കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. 2023 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് മഹാരാഷ്ട്രയും വേദിയായത് മധ്യപ്രദേശുമാണ്. സോ ക്ലിയർ. ഇനി റീസെന്റ് നമ്മുടെ ഈ ഒരു ഇടക്കാലങ്ങളിൽ 2 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു 2024 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ വേദി പ്രഖ്യാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഇനി നടക്കാനിരിക്കുന്ന 2024 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദിയാകുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പ്രധാന 4 നഗരങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. മധുരയിലും തൃച്ചിയിലും അതുപോലെ തന്നെ ചെന്നൈയിലും കോയമ്പത്തൂരും. ഈ 4 പ്രധാന നഗരങ്ങളിൽ വെച്ചാണ് 2024 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് നടക്കുന്നത്. കൂടാതെ 2024 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? അത് വീരമംഗൈ എന്നാണ്. വീരമംഗൈ കേട്ടോ, വീരമംഗൈ. ഈ ഒരു വീരമംഗൈ എന്ന ഈ ഒരു ഔദ്യോഗിക ചിഹ്നം പ്രദർശിപ്പിച്ചത് നമ്മുടെ ഇന്ത്യയുടെ കായിക മന്ത്രിയായ അനുരാഗ് ഠാക്കൂർ ആണ്. അനുരാഗ് ഠാക്കൂർ ആണ് ഈ ഒരു ഔദ്യോഗിക ചിഹ്നം പ്രദർശിപ്പിച്ചത്. കൂടാതെ ഇന്ത്യയുടെ കേന്ദ്ര കായിക മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അനുരാഗ് ഠാക്കൂർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ 20 ചലഞ്ചുകൾ കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച്, 20 ചലഞ്ചും 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റുകൾ, നല്ല നല്ല കണ്ടന്റുകളാണ് നിങ്ങളോട്ട് എത്തിച്ചിരിക്കുന്നത്. സോ ഞാൻ ഇത്രയും പരിചയപ്പെടുത്തിയത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയെല്ലാം ഇനി PSC ചോദിക്കാം. PSCയുടെ ട്രെൻഡ് മാറിയിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നതാണ്. സോ അങ്ങനെ നിങ്ങൾ മൈൻഡ് സെറ്റായി പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന LD ആയാലും LGS ആയാലും അതുപോലെ ഇനി ഡിഗ്രി ലെവൽ എക്സാം ആയാലും KS ആയാലും എല്ലാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം PSC ചോദിക്കും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ മാറി പഠിക്കുക. സാധാരണ നമ്മുടെ PSCയുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത്.
നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി കറണ്ട് അഫേഴ്സുകൾ, നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ വിശദമായിട്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ പഠിപ്പിച്ചു പോകുന്നുണ്ട്. സോ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ ചലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക. സോ ഇന്നത്തെ സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് എന്തായാലും മറ്റൊരു ചലഞ്ചിൽ കാണാം. താങ്ക് യു ആൾ.